തസ്ബീഹ് നമസ്കാരം നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള നിസ്കരിച്ചിട്ടുള്ള നിസ്കാരമാണ്. എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന ആളുകളിൽ ഒരുപക്ഷെ ഭൂരിഭാഗം ആളുകളും നിസ്കരിച്ചിട്ടുണ്ടാകുന്ന ഈ നിസ്കാരം കഴിഞ്ഞ റമളാൻ 27-ന് ആയിരിക്കും അല്ലേ? പിന്നെ ആ നിസ്കാരം നമ്മൾ ആരും നിസ്കരിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയല്ല, തസ്ബീഹ് നമസ്കാരം ഏതൊക്കെ സമയത്ത് ഏതൊക്കെ രീതിയിൽ നമുക്ക് നിസ്കരിക്കാം. വിശദമായി തസ്ബീഹ് നമസ്കാരത്തിൻ്റെ രൂപം നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുകയാണ്. തസ്ബീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളുണ്ട്. എല്ലാ സംശയങ്ങളും മാറുന്ന തരത്തിൽ പ്രാക്ടിക്കലായി ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം നിയ്യത്തൊക്കെ വെച്ച് കൈകെട്ടി അല്ലാഹു അക്ബർ. അത് കഴിഞ്ഞ് പിന്നെ നേരെ റുക്കൂയിലേക്ക് പോകുന്നു. അല്ലാഹു അക്ബർ. പല ആളുകൾക്കും ഇത് കേട്ടാൽ ഒരുപക്ഷെ തിരിയില്ല, കണ്ടു പഠിച്ചാൽ മനസ്സിലാകും. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ നിങ്ങൾ കാണുക. ആ തരത്തിലാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. തസ്ബീഹ് നമസ്കാരം അത് എത്ര റക്അത്താണ്? പകലിൽ നിസ്കരിക്കുമ്പോൾ എങ്ങനെ? രാത്രിയിൽ നിസ്കരിച്ചാൽ അതെങ്ങനെ? തസ്ബീഹ് നമസ്കാരത്തിൻ്റെ തസ്ബീഹുകൾ എങ്ങനെയാണ് പറയേണ്ടത്? നമുക്കൊന്ന് കേൾക്കാം. ഒരാൾ സുജൂദിൽ തസ്ബീഹ് പറയാൻ മറന്നുപോയി, 10 പ്രാവശ്യം പറയേണ്ട ആ ഒരു തസ്ബീഹ് മറന്നുപോയി. അപ്പോൾ അതിന് പകരം എന്താണ് ചെയ്യേണ്ടത്? ഇനി ഒരാൾ തസ്ബീഹ് നമസ്കരിക്കുന്ന സമയത്ത് അയാൾ നൃത്തത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതി, അത് കഴിഞ്ഞ ശേഷമുള്ള സുന്നത്തായ സൂറത്ത് ഓതി നേരെ റുക്കൂഇലേക്ക് പോയി. അവിടെ തസ്ബീഹ് 15 പ്രാവശ്യം പറയാൻ മറന്നുപോയി. അയാൾ എന്താണ് ചെയ്യേണ്ടത്? നമസ്കാരം പിന്നെ പൂർത്തിയാക്കുകയാണോ വേണ്ടത്, അതോ രണ്ടാമത് കൈയഴിച്ച് വീണ്ടും നിയ്യത്ത് വെച്ച് നിസ്കരിക്കലാണോ വേണ്ടത്? തസ്ബീഹ് നമസ്കാരം നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിസ്കരിച്ചിരിക്കേണ്ട അതിപ്രധാനപ്പെട്ട നിസ്കാരമാണ്. തസ്ബീഹ് നമസ്കരിക്കുന്നതിൻ്റെ പ്രതിഫലം അള്ളാഹിൻ്റെ റസൂല് മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുത്തത് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എന്താണ് തസ്ബീഹ് നമസ്കരിക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ് പുണ്യമായ റമളാനിലാണല്ലോ നമ്മളെല്ലാവരും ഉള്ളത്. വിശുദ്ധ റമളാനിൻ്റെ അവസാനത്തെ 10-ലാണ്, 25-ാമത്തെ ദിനത്തിലാണുള്ളത്. ഇന്ന് മഗ്‌രിബോടുകൂടി 26-ാം രാവ് വരുന്നു. നാളെ വ്യാഴാഴ്ച 27-ാം രാവ്, റമളാൻ 27-ാം രാവിലേക്ക് നമ്മൾ നാളെ മഗ്‌രിബോട്, അതായത് വ്യാഴാഴ്ച മഗ്‌രിബോട് കൂടി കടക്കുകയാണ്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാവുകളാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ലൈലത്തുൽ ഖദർ കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ റബ്ബ് നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് നിസ്കരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പ്രത്യേകിച്ച് റമളാൻ മാസമാകുമ്പോൾ ഒരുപാട് സുന്നത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തറാവീഹ് നമസ്കാരങ്ങൾ, വിത്ർ നമസ്കാരം, അതുപോലെ ളുഹ, അതുപോലെ തഹജ്ജുദ് നമസ്കാരം, ഇങ്ങനെ ഒരുപാട് നിസ്കാരങ്ങൾ. ഈ സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് വളരെയധികം ശ്രേഷ്ഠതയുള്ള ഒരു സുന്നത്ത് നമസ്കാരത്തെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച. എല്ലാവർക്കും അറിയാവുന്നതുപോലെ എല്ലാവരും നിസ്കരിക്കുന്നവരാണ്. ഏത് നിസ്കാരം? തസ്ബീഹ് നമസ്കാരം. മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസുണ്ട്. എന്താണ് മഹാനവറുകൾ പറയുന്നു? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, അലാ ഉഅതീക അലാ അംനഹുക അലാ അഹ്ബൂക അലാ അഫ്അലു ബിക 10 ഖിസ്വാൽ ഇദാ അൻത ഫഅൽത ദാലിക ഗഫറല്ലാഹു ലക ദംബക അവ്വലഹു വആഖിറഹു ഖദീമഹു വഹദീസഹു ഖതഅഹു വഅംദഹു സഗീറഹു വകബീറഹു സിർറഹു വഅലാനിയതഹു ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് നബിതങ്ങൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ തോളിൽ കൈയിട്ടിട്ട് അള്ളാഹിൻ്റെ ഹബീബ് സ്നേഹത്തോടെ ഒരു ഉപദേശം കൊടുക്കുകയാണ്. ഓ അബ്ബാസ് എന്നവരെ, നിങ്ങൾക്ക് ഞാനൊരു സമ്മാനം, ഒരു ധനം, ഒരു സംഭാവന നൽകട്ടെ. എന്താണ് സംഭാവന? എന്താണ് സമ്മാനം? ഈ ഒരു സമ്മാനം നിങ്ങൾ ചെയ്താൽ അല്ലാഹു തആല നിങ്ങൾക്ക് 10 ഗുണങ്ങൾ അല്ലാഹു നൽകും. മാത്രമല്ല, ചെറുതും വലുതും അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവും പുതിയതും പഴയതും ആദ്യത്തേതും അവസാനത്തേതുമായ മുഴുവൻ പാപങ്ങൾ, അതായത് കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങൾ, ദോഷങ്ങൾ അല്ലാഹു പൊറുത്തു തരുന്ന ഒരു സമ്മാനത്തെ പറ്റി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? അബ്ബാസ് തങ്ങൾ പറഞ്ഞു, എനിക്ക് പറഞ്ഞു തന്നാലും. അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞു കൊടുത്തു, ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്ത്?
4 റക്അത്ത് നമസ്കാരം. ആ 4 റക്അത്ത് നമസ്കാരത്തിൽ ഓരോ റക്അത്തിലും 75 പ്രാവശ്യം ഇനി പറയുന്ന തസ്ബീഹ് നിങ്ങൾ പറഞ്ഞാൽ, ആ തസ്ബീഹ് പറഞ്ഞിട്ട് ഈ ഒരു നമസ്കാരം നിങ്ങൾ നിസ്കരിച്ചാൽ നിങ്ങളുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു നൽകും, നിങ്ങൾക്ക് അള്ളാഹു വലിയ നന്മകൾ നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഏതാണ് ആ തസ്ബീഹ്? നമുക്കൊന്ന് കേൾക്കാം. പവിത്രതകളേറെ നിറഞ്ഞ ഈ തസ്ബീഹ് നമസ്കാരത്തിൻ്റെ രൂപം എന്താണെന്നും അതിൻ്റെ കോലം എന്താണെന്നും അതെങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്നും ഇനി ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പരിശോധിക്കാം. തസ്ബീഹ് നമസ്കാരം, ഈ നിസ്കാരം കഴിയുന്നത് പോലെ എല്ലാ ദിവസവും നിസ്കരിക്കൽ സുന്നത്താണ്. എല്ലാ ദിവസവും നിസ്കരിക്കാൻ പറ്റാത്തവർക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം, അതായത് എല്ലാ വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ പകലിലോ നിസ്കരിക്കൽ സുന്നത്താണ്. ഇനി അതിനും പറ്റുന്നില്ല എങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം, ഒരു മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നിസ്കരിക്കാം. അല്ലെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം നിസ്കരിക്കേണ്ട നിസ്കാരം. അതും പറ്റിയില്ലെങ്കിൽ ആയുസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ മസ്റ്റായി നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമാണ് തസ്ബീഹ് നമസ്കാരം. ഇനി നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എങ്ങനെ? ഈ നമസ്കാരം ഒറ്റക്ക് നിസ്കരിക്കലാണ് ഏറ്റവും ഖൈറ്. ഒറ്റക്ക് നമ്മൾ നമസ്കരിക്കുക. ജമാഅത്തായിട്ട് സുന്നത്തില്ലാത്ത നിസ്കാരമാണ്. ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ രൂപം, എങ്ങനെയാണ് ഇതിൻ്റെ നിയ്യത്ത്, ഇനി ഇൻഷാ അല്ലാഹ് പറയാൻ പോവുകയാണ്. നമ്മൾ എന്താണ് നിയ്യത്ത് വെക്കേണ്ടത്? ഉസ്വല്ലി സ്വലാത്ത തസ്ബീഹി റക്അതൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലതി ലില്ലാഹി തആല. ഇതാണ് തസ്ബീഹ് നമസ്കാരത്തിൻ്റെ നിയ്യത്ത്. 2 റക്അത്ത് തസ്ബീഹ് നമസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. അവിടെ ഇമാമായെന്നോ അല്ലെങ്കിൽ ഇമാമോട് കൂടിയൊന്നോ കരുതേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതാണ് നിയ്യത്ത്, അതാണ് പ്രധാനപ്പെട്ട നിയ്യത്ത്. എങ്ങനെ? 2 റക്അത്ത് ഉസല്ലി സ്വലാത്ത തസ്ബീഹ് റക്അതൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലതി ലില്ലാഹി തആല. അല്ലാഹു തആലാക്ക് വേണ്ടി 2 റക്അത്ത് തസ്ബീഹ് നമസ്കാരം ഞാൻ കിബിലക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നു. നമ്മൾ പള്ളികളിൽ നിസ്കരിക്കുമ്പോൾ ചില പള്ളികളിൽ ആളുകൾ എല്ലാവരും ഒന്നിച്ചു കൂടിയിട്ട് ജമാഅത്തായി നിസ്കരിക്കണമെന്ന് പറയും. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഇമാമും ജമാഅത്തുമായി നിസ്കരിക്കുന്നതിന് പകരം ഒരാൾ നിസ്കരിക്കുന്നു, ഇമാമിനെ പോലെ ഒരാൾ നിസ്കരിക്കുന്നു. ആ ഇമാമിനെ പോലെ ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് ഒന്ന് ഉറക്കെ ഓതുക, അതായത് അല്ലാഹു അക്ബർ. അപ്പോൾ പുറയുള്ള ആളുകളും കൈകെട്ടും അല്ലാഹു അക്ബർ. എന്നിട്ട് പിന്നെ ഫാത്തിഹയ്ക്ക് ചെറിയ രൂപത്തിൽ ഒന്ന് ശബ്ദം ആക്കി ഓതുക. റുക്കുയിൽ പോകുമ്പോൾ അല്ലാഹു അക്ബർ, റുക്കുയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ സമി അല്ലാഹു ലിമൻ ഹമിദ. സത്യത്തിൽ അവിടെ ഒരു ജമാഅത്ത് അല്ല എങ്കിലും ഒരു ജമാഅത്തിൻ്റെ രൂപത്തിൽ, കാരണം പുറയിൽ ആളുകൾക്ക് എല്ലാവരും കൂടി ഒന്നിച്ച് നിസ്കരിച്ചാലേ ശരിയാകൂ എന്ന ഒരു അവസ്ഥ വന്നാൽ അങ്ങനെ നിസ്കരിക്കാം. ഇല്ലെങ്കിൽ എങ്ങനെ? ഒറ്റക്ക് നിസ്കരിക്കലാണ് ഏറ്റവും ഖൈറ്. മൊത്തം നമ്മൾ 4 റക്അത്താണ് നിസ്കരിക്കുന്നത്. 4 റക്അത്തിൽ പകലിൽ നിസ്കരിക്കുകയാണെങ്കിൽ 4 റക്അത്തും ഒന്നിച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ഖൈറ്. രാത്രിയിൽ നിസ്കരിക്കലാണെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി വീണ്ടും 2 റക്അത്ത് നിസ്കരിക്കലാണ് ഖൈറ്. പകലിൽ ഭൂരിഭാഗം ആളുകളും നിസ്കരിക്കാറില്ല, രാത്രിയിലാണ് ഈ തസ്ബീഹ് നമസ്കാരം നിസ്കരിക്കുക. തസ്ബീഹ് നമസ്കാരം രാത്രിയിലാണ് നിസ്കരിക്കുന്നതെങ്കിൽ 2 റക്അത്ത് തസ്ബീഹ് നമസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് കൈകെട്ടി 2 റക്അത്ത് നിസ്കരിക്കുക, സലാം വീട്ടുക, വീണ്ടും 2 റക്അത്ത് തസ്ബീഹ് നമസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു നിയ്യത്ത് ചെയ്യുക, എന്നിട്ട് വീണ്ടും 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടുക. ഇതാണ് മൊത്തം 4 റക്അത്ത് 2 + 2. പിന്നെ ഈ നിസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണ്? പല ആളുകളും ചോദിക്കുന്നുണ്ട്. ഇതിന് കൃത്യമായ ഒരു സമയം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ രാത്രി നിസ്കരിക്കലാണ് ഏറ്റവും ഖൈറ്. സൗകര്യമുള്ള സമയത്തൊക്കെ നിസ്കരിക്കാം, പകലിലാവട്ടെ രാത്രിയിലാവട്ടെ നിസ്കരിക്കാം. പിന്നെ സാധാരണ നമ്മൾ 27-ാം രാവിന് പള്ളിയിൽ എല്ലാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ സുബഹിക്ക് മുമ്പൊക്കെ എഴുന്നേറ്റിട്ട് നിസ്കരിക്കുന്ന പതിവുണ്ട്. നിസ്കരിക്കാം, കുഴപ്പമില്ല. ഇനി ഒരാൾക്ക് പകലിൽ നിസ്കരിക്കണമെങ്കിൽ പകലിൽ നിസ്കരിക്കാം, കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ നിസ്കാരത്തിൽ ഓതേണ്ട സൂറത്തുകൾ ഏതൊക്കെയാണ് അതാദ്യം നമുക്ക് നോക്കാം. അതായത് ആദ്യത്തെ റക്അത്തിൽ നമ്മൾ നിയ്യത്ത് വെച്ച് കൈകെട്ടി അല്ലാഹു അക്ബർ, കൈകെട്ടിയതിന് ശേഷം വജ്ജഹത്ത് ഓതുക. വജ്ജഹത്തിന് ശേഷം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഫാത്തിഹ പൂർണ്ണമായും ഓതുക. ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയതിന് ശേഷം ഓതേണ്ട സുന്നത്തായിട്ടുള്ള സൂറത്തു തകാസുർ, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ, കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ എന്ന് തുടങ്ങുന്ന സൂറത്താണ്. ആ സൂറത്ത് ഓതുക. ആ സൂറത്ത് ഓതിയതിന് ശേഷം ഇൻഷാ അല്ലാഹ് തസ്ബീഹ് പറയണം. അതിൻ്റെ എണ്ണവും രൂപവും ഇനി പറയാൻ പോവുകയാണ്. ആ ഒന്നാമത്തെ റക്അത്തിൽ ഓതേണ്ട സൂറത്തു തകാസുർ. അങ്ങനെ പിന്നെ നമ്മൾ തസ്ബീഹ് പറഞ്ഞു, പിന്നെ റുക്കൂ സുജൂദ് ഒക്കെ കഴിഞ്ഞ് പിന്നെ 2ാമത്തെ റക്അത്ത് അല്ലാഹു അക്ബർ. 2ാമത്തെ റക്അത്തിൽ വന്നു
അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫാത്തിഹ ഓതി രണ്ടാമത്തെ റക്അത്തിൽ ഓതൽ സുന്നത്തായിട്ടുള്ള സൂറത്ത് വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന് പറയുന്ന ആ 3 ആയത്തുകൾ മാത്രമുള്ള സൂറത്തുൽ അസ്റാൻ. അതിനുശേഷം തസ്ബീഹുകൾ പറയുക, പിന്നെ റുക്കൂ സുജൂദൊക്കെ ചെയ്ത് അവസാനം സലാം വീട്ടുക. അതിനുശേഷം വീണ്ടും എഴുന്നേൽക്കുക, 2 റക്അത്ത് തസ്ബീഹ് നമസ്കാരം, അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ, കൈകെട്ടുക. അതിനുശേഷം വജ്ഹത്തു ഓതുക. അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതുക, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ചേർത്ത് സൂറത്തുൽ ഫാത്തിഹ ഓതുക. ഫാത്തിഹ ഓതിയതിന് ശേഷം 3-ാമത്തെ റക്അത്താണല്ലോ ഇത്, 3-ാമത്തെ റക്അത്തിൽ ഓതേണ്ട സൂറത്ത് സൂറത്തുൽ കാഫിറൂൻ. സൂറത്തുൽ കാഫിറൂൻ ഓതുക. പിന്നെ തസ്ബീഹുകൾ പറഞ്ഞ് റുക്കൂഉം സുജൂദൊക്കെ കഴിഞ്ഞ് പിന്നെ 4-ാമത്തെ റക്അത്തിൽ അല്ലാഹു അക്ബർ. 4-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതിന് ശേഷം സുന്നത്തായിട്ടുള്ള സൂറത്ത് സൂറത്തുൽ ഇഖ്ലാസാൻ, ഖുൽ ഹുവല്ലാഹു അഹദ്. അപ്പോൾ 1-ാമത്തെ റക്അത്തിൽ അൽഹാകുമുത് തകാസുർ, 2-ാമത്തെ റക്അത്തിൽ വൽ അസ്ർ, 3-ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, 4-ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ്. ഇതാണ് ഈ 4 റക്അത്തുകളിലും ഓതേണ്ട സൂറത്തുകൾ. ഇനി അതിൻ്റെ രൂപം നമ്മൾ വിശദീകരിക്കുകയാണ്. നമ്മൾ നിയ്യത്തൊക്കെ വെച്ച് കൈകെട്ടി അല്ലാഹു അക്ബർ, അതിനുശേഷം വജ്ഹത്തു ഓതുക, അഊദു, ഫാത്തിഹ, അത് കഴിഞ്ഞ് 1-ാമത്തെ റക്അത്തിൽ അൽഹാകുമുത് തകാസുർ. അത് കഴിഞ്ഞ് 15 പ്രാവശ്യം തസ്ബീഹ് പറയണം. തസ്ബീഹ് ഏതാ പറയേണ്ടത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അതാണ് തസ്ബീഹ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ ഇതാണ് ദിക്ർ. ഒന്നുകൂടി പറയാം, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ ഒരു തസ്ബീഹ് പറയുക 15 പ്രാവശ്യം. ഇത് തസ്ബീഹ് വെക്കുമ്പോൾ ഒരുപക്ഷെ ഇത് വലുതാണല്ലോ എന്നൊക്കെ തോന്നും. അല്ല, ഇത് ചെറിയൊരു തസ്ബീഹാണ്. നമ്മൾ സാധാരണ നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ പറയൂലേ, അത് നമ്മൾ കൂട്ടി യോജിപ്പിച്ചിട്ടൊന്ന് പറയുന്നു, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ 15 പ്രാവശ്യം ഈ തസ്ബീഹ് പറയുക. അത് കഴിഞ്ഞ് പിന്നെ റുക്കൂഇലേക്ക് അല്ലാഹു അക്ബർ. റുക്കൂഇൽ നമ്മൾ പറയുന്ന സാധാരണ ദിക്റുണ്ടല്ലോ, ആ ദിക്റിന് ശേഷം സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്ന ആ ദിക്റിന് ശേഷം നമ്മൾ എന്ത് പറയണം? 10 പ്രാവശ്യം ഈ പറയപ്പെട്ട ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം. ആ ദിക്ർ പറയുക 10 പ്രാവശ്യം. അപ്പോൾ നൃത്തത്തിൽ 15, അത് കഴിഞ്ഞ് റുക്കൂഇൽ 10 പ്രാവശ്യം, പിന്നെ ഇഅ്തിദാലിലേക്ക് വന്ന് സമി അല്ലാഹു ലിമൻ ഹമിദ. ഇഅ്തിദാലിൽ വന്നു റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർദി വമിൽ അമാ ശിഅത മിൻ ഷൈഇൻ ബഅദ്. ആ ഒരു ഇഅ്തിദാലിലെ ദിക്ർ പറഞ്ഞതിന് ശേഷം 10 പ്രാവശ്യം അവിടെയും പറയണം. എന്ത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, ആ ഒരു ദിക്ർ. പിന്നെ നേരെ സുജൂദിലേക്ക് അല്ലാഹു അക്ബർ. സുജൂദിൽ പോവുക, സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്ന് അവിടെ 3 പ്രാവശ്യം നമ്മൾ സുജൂദിൽ പറയാറുണ്ടല്ലോ. ആ പറയുന്ന തസ്ബീഹിന് ശേഷം വീണ്ടും 10 പ്രാവശ്യം എന്ത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ദിക്ർ. അത് കഴിഞ്ഞ് പിന്നെ ഇരുത്തം, ആ സുജൂദിന്റെ ഇടയിലെ ഇരുത്തം, അല്ലാഹു അക്ബർ റബ്ബിഗ്ഫിർലി വജ്ബർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്ന് പറയുന്ന ആ ദിക്റിന് ശേഷം 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, ആ ദിക്ർ. അത് കഴിഞ്ഞ് വീണ്ടും 2-ാമത്തെ സുജൂദ്, ആ സുജൂദിലും പറയേണ്ട ദിക്ർ പറഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ പറഞ്ഞ തസ്ബീഹ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. പിന്നെ 2-ാമത്തെ റക്അത്തിലേക്ക് നമ്മൾ എഴുന്നേറ്റ് വരികയാണ്. എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് ഒന്ന് ഇരിക്കൽ സുന്നത്താൻ, ഒരു ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്നാണ് അവർ പറയാറ്. ആ ഒന്ന് ഇരുന്നിട്ട് പിന്നെ 2-ാമത്തെ റക്അത്തിലേക്ക് വരിക. ആ ഇരുത്തത്തിൽ അവിടെ പ്രത്യേകം ദിക്റൊന്നും പറയാൻ സുന്നത്തില്ല. ആ ഇരുത്തത്തിൽ ഒരു 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് എണ്ണാം. 1 ഫാത്തിഹയും സൂറത്തിനും ശേഷം 15 പ്രാവശ്യം, പിന്നെ റുക്കൂഇൽ 10 പ്രാവശ്യം, അത് കഴിഞ്ഞ് ഇഅ്തിദാലിൽ 10 പ്രാവശ്യം, പിന്നെയോ 1-ാമത്തെ സുജൂദിൽ 10 പ്രാവശ്യം, ആ സുജൂദിന്റെ ഇടയിലെ ഇരുത്തത്തിൽ 10 പ്രാവശ്യം, 2-ാമത്തെ സുജൂദിൽ 10 പ്രാവശ്യം, പിന്നെയോ അത് കഴിഞ്ഞ് 2-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് ഒരു ഇസ്തിറാഹത്തിന്റെ ഇരുത്തം, അതിൽ 10 പ്രാവശ്യം. മൊത്തം ഒരു റക്അത്തിൽ 75 ദിക്ർ. ഒരു റക്അത്തിൽ 75. പിന്നെ നമ്മൾ എഴുന്നേറ്റ് വന്നു 2-ാമത്തെ റക്അത്തിൽ അല്ലാഹു അക്ബർ, അഊദു, ഫാത്തിഹ, അത് കഴിഞ്ഞ് സുന്നത്തായ സൂറത്തുൽ അസ്ർ ഓതുക. പിന്നെ അവിടെയും 15 പ്രാവശ്യം, പിന്നെ റുക്കൂഇൽ 10, ഇഅ്തിദാലിൽ 10, അതുപോലെ 1-ാമത്തെ സുജൂദിൽ 10, സുജൂദിന്റെ ഇടയിലെ ഇരുത്തത്തിൽ 10, പിന്നെ 2-ാമത്തെ സുജൂദിൽ 10, പിന്നെ അത്തഹിയാത്തിൽ. എങ്ങനെ? അത്തഹിയാത്തിൽ നമ്മൾ ഇരിക്കുക. അത്തഹിയാത്തിൽ ഇരുന്നിട്ട് ആദ്യം അത്തഹിയാത്ത് ഓതി പൂർത്തിയാക്കുക. അത് കഴിഞ്ഞ് 10 പ്രാവശ്യം
അത്തഹിയാത്ത് ഓതി പൂർത്തിയാക്കിയതിന് ശേഷം 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ഒരു ദിക്ർ. അപ്പോൾ 2 റക്അത്തിലും കൂടി എത്ര തസ്ബീഹായി? 150 ദിക്റായി. അപ്പോൾ 2 റക്അത്തിൽ കൂടി 150 ദിക്ർ. ഒരു റക്അത്തിൽ 75, അങ്ങനെ 2 റക്അത്താകുമ്പോൾ 150. ഇതേ മെത്തേഡ് തന്നെ അടുത്ത 2 റക്അത്ത്. നമ്മൾ സലാം വീട്ടി വീണ്ടും നമ്മൾ എഴുന്നേൽക്കുക, നിയത്ത് വെക്കുക, അല്ലാഹു അക്ബർ. നിയത്ത് വെച്ചതിന് ശേഷം ഫാത്തിഹ ഓതി, അത് കഴിഞ്ഞ് 3-ാമത്തെ റക്അത്തിൽ ഓതേണ്ട സൂറത്തുൽ കാഫിറൂൻ. ആ സൂറത്തുൽ കാഫിറൂൻ ഓതിയതിന് ശേഷം 15 പ്രാവശ്യം, പിന്നെ റുക്കൂഇൽ 10, അങ്ങനെ 10, പിന്നെ 3-ാമത്തെ റക്അത്തിലും 75. 4-ാമത്തെ റക്അത്തിൽ ഓതേണ്ട സൂറത്തുൽ ഇഖ്ലാസ്. ആ ഇഖ്ലാസിന് ശേഷവും 15 പ്രാവശ്യം. അങ്ങനെ 4 റക്അത്തുകളിലും കൂടി 300 തസ്ബീഹ്. ഇനി അഡ്വാൻസ് ആയിട്ട് പറയട്ടെ, തസ്ബീഹ് എണ്ണൽ എങ്ങനെയാ? നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെയല്ല എണ്ണേണ്ടത്. അപ്പോൾ എണ്ണം പിടിക്കുന്ന സമയത്ത് നമ്മൾ നമസ്കാരം ബാത്തിലാവാത്ത തരത്തിൽ, നിസ്കാരം നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിൽ ആവരുത്. അതായത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ഒരു വിരൽ, പിന്നെ 2-ാമത്തെ വിരൽ, പിന്നെ 3-ാമത്തെ വിരൽ, 4-ാമത്തെ, അങ്ങനെ. അല്ലാതെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ 1, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി അല്ലാഹു 2, 3, അങ്ങനെ. അപ്പോൾ നമസ്കാരം ബാത്തിലാവും. അപ്പോൾ അങ്ങനെ വേണ്ട, നമുക്ക് ഇങ്ങനെ വെക്കാമല്ലോ. നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയല്ല സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി ഒരു അനക്കം നമുക്കൊരു മനസ്സിലാവുമല്ലോ, ഇങ്ങനെ ഒരു അനക്കം പോലെ. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി തസ്ബീഹ് കൂടിപ്പോയി കുഴപ്പമില്ല, കുറഞ്ഞു പോയി കുഴപ്പമില്ല. ആദ്യം അത് മനസ്സിലാക്കുക. തസ്ബീഹ് കൂടിപ്പോയി, അല്ലോ എത്രയാണെന്ന് അറിയില്ല, കുഴപ്പമില്ല. അല്ലാഹുവെ കുറഞ്ഞു പോയോ എന്നൊരു സംശയം, എന്നാലും കുഴപ്പമില്ല. തസ്ബീഹ് നമസ്കാരം നമ്മൾ നിസ്കരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ രൂപമൊക്കെ പറഞ്ഞു. ഇനി പ്രാക്ടിക്കലായി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം നിയ്യത്തൊക്കെ വെച്ച് കൈകെട്ടി അല്ലാഹു അക്ബർ. അത് കഴിഞ്ഞ് നമ്മൾ വജ്ഹത്ത് ഓതുക, ഫാത്തിഹ ഓതുക, സുന്നത്തായിട്ടുള്ള സൂറത്ത് ഓതുക. അത് കഴിഞ്ഞ് പിന്നെ നൃത്തം, നമ്മളിപ്പോൾ നിൽക്കുവാണ്, ഖിയാമിൽ 15 പ്രാവശ്യമാണ് ആ ദിക്ർ പറയേണ്ടത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അങ്ങനെ 15 പ്രാവശ്യം. അത് കഴിഞ്ഞ് പിന്നെ നേരെ റുക്കൂയിലേക്ക് പോകുന്നു. അല്ലാഹു അക്ബർ. റുക്കൂയിലാണ് നമ്മളുള്ളത്. റുക്കൂയിൽ നമ്മൾ നിൽക്കുമ്പോൾ റുക്കൂയിൽ നമ്മൾ സാധാരണ പറയുന്ന ദിക്ർ പറഞ്ഞതിന് ശേഷം 10 പ്രാവശ്യമാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ആ ദിക്ർ നമ്മൾ 10 പ്രാവശ്യം പറയുക. അതിനുശേഷം സമി അല്ലാഹു ലിമൻ ഹമിദ. അത് കഴിഞ്ഞ് ഇവിടെ പറയേണ്ട ആ ദിക്റിന് ശേഷം 10 പ്രാവശ്യം പറയുക. പിന്നെ നേരെ സുജൂദിലേക്ക് അല്ലാഹു അക്ബർ. സുജൂദിൽ പറയേണ്ട ദിക്റിന് ശേഷം 10 പ്രാവശ്യം. അത് കഴിഞ്ഞ് പിന്നെ 1-ാമത്തെ സുജൂദ് കഴിഞ്ഞ് ഇരിക്കുന്നു. 2 സുജൂദിൻ്റെയും ഇടയിലുള്ള ഇരുത്തം, ആ ഇരുത്തത്തിൽ 10 പ്രാവശ്യം. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും സുജൂദിൽ പറയേണ്ട ദിക്റിന് ശേഷം വീണ്ടും 10 പ്രാവശ്യം. അത് കഴിഞ്ഞ് 2-ാമത്തെ റക്അത്തിലേക്ക് നമ്മൾ എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ഒന്ന് ഇരിക്കണം. ഒരു ഇഫ്തിറാഷിൻ്റെ ഇരുത്തം. ഇവിടെ ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, പറയേണ്ടത് ആ ദിക്റാണ്. 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അത് 10 പ്രാവശ്യം പറഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ അല്ലാഹു അക്ബറും 2-ാമത്തെ റക്അത്തിലേക്ക്. പിന്നെ 2-ാമത്തെ റക്അത്തിൽ ഇങ്ങനെ ഫാത്തിഹ ഓതുക, സൂറത്ത് ഓതുക. അത് കഴിഞ്ഞ് 15 പ്രാവശ്യം. പിന്നെ റുക്കൂഇൽ 10, പിന്നെ ഇഅ്തിദാലിൽ 10, പിന്നെ ആദ്യത്തെ സുജൂദിൽ 10, പിന്നെ സുജൂദിൻ്റെ ഇടയിൽ ഇരുത്തത്തിൽ 10, പിന്നെ 2-ാമത്തെ സുജൂദിൽ 10, പിന്നെ അത് കഴിഞ്ഞ് അത്തഹിയാത്ത് ഓതിയതിന് ശേഷം 10 പ്രാവശ്യം. എന്നിട്ട് സലാം വീട്ടുക. ഇങ്ങനെയാണ് ഒരു റക്അത്തിൽ 75 ദിക്ർ വെച്ച് 2 റക്അത്തിൽ 150, മൊത്തം 4 റക്അത്താണ് നിസ്കാരം. 4 റക്അത്തിൽ 300 ദിക്ർ നമ്മൾ പറയേണ്ടതുണ്ട്. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഒരാൾ നമസ്കരിക്കുന്ന സമയത്ത് ആദ്യം തന്നെ കൈകെട്ടി ഫാത്തിഹയെല്ലാം ഓതി സൂറത്തെല്ലാം ഓതിയതിന് ശേഷം അവിടെ 15 പ്രാവശ്യം തസ്ബീഹ് പറയണമല്ലോ. പറയാതെ നേരെ റുക്കൂയിലേക്ക് പോയി. അയാൾ മറന്നുപോയിട്ട് നേരെ റുക്കൂയിലേക്ക് പോയി. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? വീണ്ടും കൈയഴിച്ച് പിന്നെയും നിസ്കരിക്കണോ? വേണ്ട. ഇവിടെ റുക്കൂ എന്ന് പറയുന്നത് നമുക്ക് ദീർഘിപ്പിക്കാൻ പറ്റുന്ന ഫർളാണ്. അതായത് കുറച്ച് നേരം നമുക്ക് നീണ്ടു നിൽക്കാം. റുക്കൂഇൽ നമുക്ക് കുറേ നേരം നിൽക്കാം, നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ ഇഅ്തിദാൽ, റുക്കൂഇന് ശേഷം നമ്മൾ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുന്ന ഇഅ്തിദാൽ ഉണ്ടല്ലോ, ആ ഇഅ്തിദാൽ കുറേ സമയം ദീർഘിപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഒരു മനുഷ്യൻ നിസ്കരിക്കുന്ന സമയത്ത് തസ്ബീഹ് നമസ്കരിക്കുമ്പോൾ അവൻ നൃത്തത്തിൽ, അതായത് ഫാത്തിഹ ഓതി സൂറത്ത് ഓതി 15 പ്രാവശ്യം അവിടെ പറയേണ്ട തസ്ബീഹ് മറന്നുപോയാൽ അയാൾക്ക് എപ്പോൾ ആ 15 എവിടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും? റുക്കൂഇൽ ആഡ് ചെയ്യാൻ പറ്റും. റുക്കൂഇൽ നമ്മൾ പോയിട്ട്
സുബ്ഹാൻ റബ്ബിയൽ അലീം വബിഹംദിഹി എന്ന് പറയുമല്ലോ 3 പ്രാവശ്യം. 3 പ്രാവശ്യം ആ ദിക്ർ പറഞ്ഞതിന് ശേഷം നമ്മൾ റുക്കൂഇൽ സാധാരണ പറയേണ്ട 10 പ്രാവശ്യമുള്ള ആ ദിക്ർ പറയുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ ദിക്ർ പ്ലസ് നമ്മൾ മറന്നുപോയ നൃത്തത്തിൽ നമ്മൾ മറന്നുപോയ അയാൾ മറന്നുപോയ 15 പ്രാവശ്യം ആ ദിക്ർ അവിടെ നമുക്ക് ആഡ് ചെയ്യാം, നമുക്ക് റുക്കൂഇൽ ആഡ് ചെയ്യാം. പിന്നെ ഇഅ്തിദാലിൽ ഒരാൾ റുക്കൂഇൽ മറന്നുപോയി, റുക്കൂഇൽ ഈ ദിക്ർ ചെല്ലാൻ മറന്നുപോയി, പെട്ടെന്ന് തന്നെ റുക്കൂഇൽ നിന്ന് എഴുന്നേറ്റു. എന്നാൽ ഇഅ്തിദാലിൽ അയാൾ ആ റുക്കൂഇൽ മറന്നുപോയ ദിക്ർ പറയരുത്. കാരണം എന്താ? ഇഅ്തിദാൽ എന്ന് പറഞ്ഞാൽ ദീർഘിപ്പിക്കാൻ പറ്റാത്ത ഫർളാണ്. അപ്പോൾ എന്ത് ചെയ്യുക? നേരെ സുജൂദിലേക്ക് പോവുക. അതായത് ഇഅ്തിദാൽ കഴിഞ്ഞ് പിന്നെ സുജൂദിൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും കിടക്കാം, എത്ര സമയം വേണമെങ്കിലും. റുക്കൂഅ്, സുജൂദ്, അതുപോലെ തന്നെ അവസാനത്തെ അത്തഹിയാത്ത്, പിന്നെ അതുപോലെ നൃത്തം ഈ 4 ഫർളുകളും നമുക്ക് എന്താണ്? ദീർഘിപ്പിക്കാൻ പറ്റും ഒരുപാട് സമയം. ഇപ്പോൾ ഒരാൾക്ക് തോന്നുകയാണ് 15 അല്ല കുറച്ച് കൂടുതൽ ചെല്ലാം, ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ 15 എന്നുള്ള ഒരു എണ്ണം നമുക്ക് നബിതങ്ങൾ പഠിപ്പിച്ച് നൽകി, അത് മതി. പിന്നെ അതുപോലെ തന്നെ റുക്കൂഅ്, സുജൂദ്, അതുപോലെ തന്നെ അത്തഹിയാത്ത്, ഇത് 4ഉം നമുക്ക് ദീർഘിപ്പിക്കാൻ പറ്റുന്ന ഫർളുകളാണ്. എന്നാൽ ഇഅ്തിദാൽ, അതുപോലെ സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തം, ഇതൊക്കെ നമ്മൾ എത്രയാണോ നമുക്ക് പറഞ്ഞിട്ടുള്ളത് അത്ര മാത്രം. ഇനിയോ റുക്കൂയിൽ നമ്മൾ നിൽക്കുമ്പോൾ റുക്കൂയിൽ പറയേണ്ട ദിക്റിന് ശേഷം പെട്ടെന്ന് സമയല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് എഴുന്നേറ്റു. അവിടെ ആ ദിക്ർ പറയാൻ 10 പ്രാവശ്യം പറയേണ്ട സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് അത് പറയാൻ മറന്നുപോയി. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അതെപ്പോൾ പറയണം? നമ്മൾ അത്തഹിയാത്തിലിരിക്കുമ്പോൾ അവിടെ നമുക്ക് ചേർക്കാം. നമ്മൾ അത്തഹിയാത്തിൽ ഇരിക്കൂലേ, അത്തഹിയാത്തിൽ ഏതായാലും അത്തഹിയാത്ത് ഓതിക്കഴിഞ്ഞിട്ട് 10 പ്രാവശ്യം പറയൽ സുന്നത്താണല്ലോ. അപ്പോൾ 10 എന്നുള്ളത് അവിടെ 20 ആക്കുക. ഇതേതാണ് ഈ 10? റുക്കൂഇൽ നമ്മൾ മറന്നുപോയ ആ 10 ദിക്റുകൾ നമ്മൾ ഇവിടെ ചേർക്കുന്നു എന്ന് വെച്ച് ദിക്റിന് അവിടെയും മറന്നുപോയാലും കുഴപ്പമില്ല, നിസ്കാരത്തിനൊരു കുഴപ്പവും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ഒരു ദിക്ർ ഇന്ന നിസ്കാരത്തിൽ ചൊല്ലണം, ഇന്ന സമയത്ത് ചൊല്ലണം എന്ന് പറയുമ്പോൾ നമ്മൾ അത് ഓർത്തു വെക്കുക. പരമാവധി ആ ദിക്റുകൾ എണ്ണത്തിനനുസരിച്ച്, എണ്ണം എത്ര 75 പറഞ്ഞത്, കുറച്ച് കൂട്ടിയിരിക്കട്ടെ, ഒരു 80 ഇരിക്കട്ടെ, അതിൻ്റെ ആവശ്യമില്ല. ഇനി ചൊല്ലിയെന്നും പറഞ്ഞ് നിസ്കാരം ബാത്തിലാവുകയൊന്നുമില്ല, ഇനി ചെല്ലിയില്ല എന്നും പറഞ്ഞ് നിസ്കാരം ബാത്തിലാവുകയില്ല. തസ്ബീഹ് നമസ്കാരത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട തസ്ബീഹ് പറയലാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ, അതായത് റുക്കൂഇലോ സുജൂദിലോ മറന്നുപോയാൽ ആ പെൻഡിങ് ആയത് നമുക്ക് അത്തഹിയാത്തിൽ അത് ഓതി തീർക്കാവുന്നതാണ്, കുഴപ്പമില്ല. പിന്നെ നിസ്കരിക്കുമ്പോൾ നല്ല ഇഖ്ലാസോടുകൂടി ഈ നിസ്കരിച്ചാൽ എനിക്ക് കിട്ടുന്ന പ്രതിഫലങ്ങൾ ഇന്നതാണെന്ന് മനസ്സിലാക്കി നല്ല നിയ്യത്തോടുകൂടി, നല്ല ഇഖ്ലാസോടുകൂടി, നല്ല തഖ്വയോടുകൂടി നിസ്കരിക്കുക. പിന്നെ തസ്ബീഹ് നിസ്കാരത്തിന് ശേഷമുള്ള മഹത്തുക്കൾ പഠിപ്പിച്ച ഒരു പ്രത്യേകമായ ദുആയാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അല്ലാഹുമ്മ ഇന്നി അസ്അലുക തൗഫീഖ അഹ്ലിൽ ഹുദാ വഅഅമാല അഹ്ലിൽ യഖീൻ വമുനാസഹതി അഹ്ലിത് തൗബ വഅസ്മ അഹ്ലിസ് സ്വബ്ർ വജിദ്ദ അഹ്ലിൽ ഖശിയ വതലബ അഹ്ലിർ റഗ്ബ വതഅബ്ബുദ അഹ്ലിൽ വറഅ وعرفان أهل العلم حتى أخافك اللهم إني أسألك مخافة تحجزني عن معاصيك حتى أعمل بطاعتك عملا أستحق به رضاك وحتى أناصحك في التوبة خوفا منك وحتى أخلص لك النصيحة حياة منك وحتى أتوكل عليك في الأمور كلها وحسن الظن بك سبحانك خالق النور ربنا أتمم لنا نورنا فاغفر لنا إنك على كل شيء قدير برحمتك يا أرحم الراحمين. ഇതാണ് ദുആ. പിന്നെ നമുക്കറിയാവുന്ന ദുആകൾ മലയാളത്തിലും അറബിയിലൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് വട്ടം ദുആകൾ പറഞ്ഞ് അല്ലാഹുവേ എൻ്റെ നമസ്കാരം സ്വീകരിക്കണേ, പടച്ചവനെ ഇത് എന്തെങ്കിലും അബദ്ധം വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ പുറത്തു തരണേ എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറഞ്ഞ് ദുആ ചെയ്യാം. ഈ നിസ്കാരം എല്ലാ ദിവസവും നിസ്കരിക്കാം, അല്ലെങ്കിൽ റമദാനാണല്ലോ, റമദാനിലെ എല്ലാ രാത്രിയിലും നിസ്കരിക്കാം, പകലിലും നിസ്കരിക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ നമസ്കാരം ഇത് പുരുഷന്മാർക്ക് മാത്രമുള്ളതല്ല, സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല, എല്ലാവർക്കും നിസ്കരിക്കാവുന്നതാണ്. പുരുഷന്മാർക്ക് പള്ളിയിൽ രാത്രി നിസ്കരിക്കലാണ് ഏറ്റവും ഖൈറായിട്ടുള്ളത്. സ്ത്രീകൾക്ക് വീട്ടിൽ തന്നെ, അവരുടെ വീട്ടിൽ തന്നെ ഇത് നിസ്കരിക്കലാണ് ഏറ്റവും ഖൈർ. നിസ്കരിക്കുമ്പോൾ ലൈറ്റൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് നിസ്കരിക്കുമ്പോൾ നല്ലൊരു ഇഖ്ലാസ് ഉണ്ടാകും അല്ലേ. ലൈറ്റൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എന്തെല്ലാം വിഷമങ്ങളുണ്ട്, ആ വിഷമങ്ങൾ ഇങ്ങനെ സുജൂദിൽ കിടന്ന് നമുക്ക് ഓർക്കാം. അതൊരു നീണ്ട നിസ്കാരം തന്നെ.
മിനിറ്റുകളോളം നീണ്ടു നിൽക്കുന്ന ഒരു നിസ്കാരമാണ് പരിശുദ്ധമായ തസ്ബീഹ് നമസ്കാരം. അപ്പം അതിൻ്റെ രൂപവും കോലവും ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഈ തസ്ബീഹ് നമസ്കാരം എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര എന്തോ നിസ്കാരമാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട. സാദാ സുന്നത്ത് നിസ്കാരം, അതിൻ്റെ കൂടെ ഓരോ റുക്കൂയിലും സുജൂദിലും എഴുത്തുദാലിലൊക്കെ 10-15 ഒക്കെ വെച്ച് നമ്മൾ തസ്ബീഹ് ആഡ് ചെയ്യുന്നു എന്ന് മാത്രം, അതേ ഒരു വ്യത്യാസമുള്ളൂ. ബാക്കി എല്ലാം മറ്റ് സുന്നത്ത് നിസ്കാരങ്ങളെ പോലെ തന്നെയാണ്. ഇതെടുത്താൽ പൊങ്ങാത്ത ഒരു നിസ്കാരമൊന്നുമല്ല. ഇത് നമ്മുടെ ബുദ്ധിയിലൊന്ന് ചിന്തിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന നിസ്കാരമാണ്. തസ്ബീഹ് ചൊല്ലുമ്പോൾ കുറഞ്ഞുപോയി കൂടിപ്പോയി അതൊന്നും പ്രശ്നമില്ല. പിന്നെ തസ്ബീഹ് ചൊല്ലുമ്പോൾ നിസ്കാരം ബാത്തിലാവാത്ത തരത്തിലായിരിക്കണം തസ്ബീഹ് ചൊല്ലേണ്ടത്. ഇത് പരിശുദ്ധമായി 27-ാം രാവിൽ മാത്രമുള്ള സ്പെഷ്യലായിട്ടുള്ള നിസ്കാരമൊന്നുമല്ല, റമദാനിൽ സ്പെഷ്യലായിട്ടുള്ളതല്ല. എല്ലാ ദിവസവും നിസ്കരിക്കാൻ പറ്റുക നിസ്കരിക്കുക. ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ അല്ലെങ്കിൽ വർഷത്തിൽ അല്ലെങ്കിൽ ആയുസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും നിസ്കരിച്ചിരിക്കേണ്ട നിസ്കാരമാണ്. അതുകൊണ്ട് ഈ നിസ്കാരത്തിൻ്റെ ഫളീലത്തും ശ്രേഷ്ഠതയൊക്കെ മനസ്സിലാക്കി ഇത് നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ കാണുക. ഇതിൽ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക. ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ ഈ റമദാനിൽ ഇതൊന്ന് ഷെയർ ചെയ്തു കൊടുത്താൽ മറ്റുള്ളവരും കാണുകയും അവർ ഈ നിസ്കാരം തുടങ്ങിയാൽ അത് ഷെയർ ചെയ്ത അതിനുവേണ്ടി പരിശ്രമിച്ച നമുക്കാണ് അതിൻ്റെ വലിയ പ്രതിഫലം അള്ളാഹു നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഈ റമദാനിൽ ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്തുകൾ പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അള്ളാഹു ശിഫാ നൽകുമാറാവട്ടെ. മരണപ്പെട്ടുപോയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്നവർ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, വീടില്ലാത്തവർ, വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവർ, അതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്തുകൾ പറഞ്ഞോ എല്ലാവർക്കും അല്ലാഹു സമാധാനം പ്രദാനം ചെയ്യട്ടെ. രോഗങ്ങൾക്ക് ശിഫാ നൽകട്ടെ. ജീവിതത്തിൽ ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഈ പരിശുദ്ധമായ റമദാൻ മാസം നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.